ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാനിന്ന് വന്നിട്ടുള്ളത് എന്നും ഒരേപോലെ ചിക്കൻ കറി കഴിക്കുമ്പോൾ ഒരു മടുപ്പ് തോന്നില്ല. ഇത് വെറൈറ്റി ആയിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിനായിട്ട് 1 കിലോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ എരിവനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടി, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയത് 1.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ ടീസ്പൂൺ ടൊമാറ്റോ സോസാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നെ 1 നാരങ്ങയുടെ പകുതി അതിൻ്റെ ജ്യൂസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഈ ചിക്കനിലോട്ടൊന്ന് പിടിപ്പിക്കാം. തേച്ച് കൈ കൊണ്ട് തന്നെ ഞാൻ ഇവിടെ ചിക്കനിൽ പിടിപ്പിക്കുന്ന രീതിയിൽ നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം നമുക്കത് റെസ്റ്റ് ചെയ്യാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഒരു 2-3 സവാള എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടാണ്, ഒട്ടും കട്ടിയില്ലാത്ത രീതിയിൽ വേണം, നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനാണ്. അതിനായിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലാണെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഇത് 2 പോർഷനായിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിപ്പമുള്ള സവാളയാണ് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇത് കോരി മാറ്റാം. കൂടുതൽ മൂത്ത് വരുന്ന ഒരു കരിഞ്ഞ ടേസ്റ്റ് വരും. ബാക്കിയിരിക്കുന്ന സവാളയും കൂടെ നമുക്കിത് വറുത്ത് പോരാം. ഒന്ന് ഒരു മാറി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു 8 അല്ലി വെളുത്തുള്ളി ആണ്. ചെറിയ അല്ലിയാണെങ്കിൽ 8 എടുക്കണം, വലുതാണെങ്കിൽ 6 എടുത്താൽ മതി. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ഈ സവാളയുടെ കൂടെ കിടന്ന് ഒന്ന് ഫ്രൈ ചെയ്ത് കിട്ടണം. ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. മൂത്ത് പോവരുത്, അപ്പോൾ കരിഞ്ഞതിൻ്റെ ടേസ്റ്റ് വരും. അതുപോലെ ശ്രദ്ധിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് അവസാനം ലോ ഫ്ലെയിമിലാക്കി വറുത്ത് കോരുക. നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം. ഇത് 2ആയിട്ട് തന്നെ ഇരിക്കട്ട്. നമുക്ക് 2 പ്രാവശ്യമായിട്ട് എടുക്കാനുള്ളതാണ്. അതാണ് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ആ ചിക്കനൊക്കെ ആ സമയം കൊണ്ട് മസാലയൊക്കെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം വറുത്ത സവാള ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. മറ്റത് സൈഡിലോട്ട് തന്നെ നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. അത് പിന്നെ ചേർക്കാനുള്ളതാണ്. ഈ ചിക്കനിലോട്ട് ഈ സവാള ഒന്ന് പൊടിച്ച് കൈ കൊണ്ട് തന്നെ ഞെരടി ചേർത്ത് കൊടുത്താൽ മതി. മിക്സിയിലൊന്നും അടിക്കണ്ട. നമ്മളിതിൽ വേറെ സവാളയൊന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ ചേർത്ത് ചിക്കൻ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു പാൻ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നമ്മൾ എണ്ണ വറുക്കാനെടുത്ത എണ്ണ തന്നെ, ഉള്ളി വറുക്കാനെടുത്ത എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ബട്ടർ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ആ എണ്ണയായാലും മതി. ബട്ടർ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിലേക്ക് ഒരു 3 പച്ചമുളക് ചെറുതായിട്ട് 2ആക്കി കട്ടി ഇത് മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് പച്ചമുളകിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ അതിലേക്ക്
നമുക്ക് നേരത്തെ മാറ്റി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും അതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനം അല്പം വെള്ളം, ഒരു ഗ്ലാസ്സോളം വെള്ളം, അപ്പോൾ അതിൽ ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് കഴുകി അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇതിൽ. ഈ ഇതിൽ കിടന്ന് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങി, വേറെ വെള്ളമൊന്നും ചേർത്തിട്ടില്ല. ചിക്കനിലുണ്ടായിരുന്ന വെള്ളമൊക്കെ ഇത് ഇറങ്ങിയിട്ടുണ്ട്. അതിൽ കിടന്ന് തന്നെ ഒന്ന് വെന്ത് വരും. പിന്നെ അടച്ച് വെച്ചിട്ടുണ്ട്. കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യാം. ഞാൻ അതൊരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ വറുത്ത് വെച്ച പകുതി മാറ്റി വെച്ച ആ സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. മഷി പോലെയൊന്നും അരയേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് ഇത് വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. അല്പം ചൂടുവെള്ളം കൂടെ അതിലൊഴിച്ച് നമുക്ക് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വെള്ളം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഞാൻ ഒരു കുറുകിയ പരുവത്തിലാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ റോസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ റോസ്റ്റ് ആക്കി എടുക്കാവുന്നതാണ്. വെള്ളം കൂടുതൽ ലൂസായിട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ഇതിലിരുന്ന് ഒരു 3 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയൊക്കെ തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് സെർവിങ് ബൗളിലോട്ട് മാറ്റാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണിത്, റോസ്റ്റാണിത്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ ഇത് ഗോതമ്പ് റൊട്ടിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. സവാളയും കൊത്തിയരിഞ്ഞ് ചേർത്ത് മല്ലിയിലയൊക്കെ ചേർത്ത് ഉണ്ടാക്കിയ റൊട്ടിയാണ് ഇത്. ഇതിൻ്റെ റെസിപ്പി വേണം പറഞ്ഞാൽ മതി, വീഡിയോ ആയിട്ട് ഇട്ട് തരാം. വളരെ സോഫ്റ്റായിട്ടുള്ള റൊട്ടിയും ചിക്കൻ റോസ്റ്റ് കൂടെ ആയപ്പോൾ സൂപ്പറായിരുന്നു. വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണിത്. നിങ്ങൾ ഇതെന്തായാലും ഉണ്ടാക്കി നോക്കുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണും വരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.